നമ്മളിന്ന് കാപ്പിക്കുരു പറിക്കാൻ പോവാണ് ഗൈസ്. പറിക്കാം. കാപ്പിക്കുരു പറിക്കുന്നതിനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് പറമ്പിൽ തന്നെ ഏറ്റവും ചെറിയ കാപ്പിക്കുരുവാണ് കേട്ടോ. കാപ്പിയാണ്. അത്യാവശ്യം ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് എനിക്ക് മുഴുവൻ പറിക്കാൻ പറ്റും. ഉള്ളിൽ നിന്നാൽ നമുക്ക് നേരെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് കുറച്ചിറങ്ങി നിൽക്കാം. കാപ്പിക്കുരു പറിക്കുന്നതിനായിട്ട് നമുക്ക് ആവശ്യം ബക്കറ്റ്, പിന്നെ ഒരു പ്ലാസ്റ്റിക് വേണമായിരുന്നു. പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ട് തറയിലൊന്നും പോവാതെ നമുക്ക് പറിച്ചിട്ടാൽ മതിയായിരുന്നു. പ്ലാസ്റ്റിക് പച്ചച്ചം കൊണ്ടേക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ കാപ്പിക്ക് ഏതായാലും പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യമില്ല, നമുക്ക് ബക്കറ്റ് കൊണ്ട് തന്നെ പറിക്കാം. ഞാൻ പറിക്കാൻ പോകുന്ന കാപ്പിയാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറിക്കുന്ന കാപ്പി. ഇതാ ഒരു ബക്കറ്റ് ഞാൻ വെച്ചിട്ടുള്ളൂ. ഒരു ബക്കറ്റിനുള്ളതേ ഉള്ളൂ കേട്ടോ ഇത്. അപ്പം നമുക്ക് ഈ പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അതുകൊണ്ട് നമുക്കിങ്ങനെ തോണ്ടി ഇതിപ്പോൾ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിനി ഒരു സൈഡിൽ നിന്ന് പറിച്ചു തുടങ്ങാം. ഉറുമ്പുണ്ട്, ചെറിയ കറുപ്പുണ്ട്. ഇന്നിങ്ങനെ കാപ്പിക്കപ്പ് ഉണങ്ങിയതാണ്. സിഗരറ്റിൽ ഇങ്ങനെ ഒടിച്ചൊടിച്ചൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ, ഉണങ്ങിയത് ഒടിച്ച് മാറ്റുകയാണെങ്കിൽ നമുക്ക് തീ കത്തിക്കാനൊക്കെ കിട്ടും. അടുപ്പ് കത്തിക്കാൻ
ഇപ്പോൾ പറിച്ച് ഞാൻ ഇതിൻ്റെ മേള് വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ മേള് ഭാഗത്തെയും കൂടെ പറിച്ച് താഴെ വീണതൊക്കെ പെറുക്കിയും കൂടെ കഴിഞ്ഞാൽ പിന്നെ ഈ കാപ്പിയിൽ കഴിഞ്ഞു. പഴുത്ത കാപ്പിക്ക് ഉറുമ്പ്. അങ്ങനെ നമ്മൾ ഈ ഒരു കാപ്പിയിലെ കാപ്പിക്കുരു പറിച്ച് കഴിഞ്ഞു. അത് കറുത്തുറുമ്പ് മാത്രമല്ല, നീറുമുണ്ട്. ഇനി നിലത്ത് വീണ് കിടക്കുന്നതൊക്കെ പെറുക്കി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ കുറച്ച് ചുള്ളിക്കമ്പ് ഇതിൽ നിന്ന് തന്നെ കിട്ടി അടുപ്പ് കത്തിക്കാനുള്ളതായിട്ടോ. ഞാൻ പറിച്ച കാപ്പിക്കുരു കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറിച്ചത്. ഈ ഒരു ചെറിയ കാപ്പിയിൽ നിന്ന് ഇത്രേ കിട്ടും. ഈ നിലത്ത് വീണതൊക്കെ പെറുക്കി എടുക്കാം കേട്ടോ. അതെ, അതിൻ്റെ അടുത്ത് കുറച്ച് കാപ്പിയൊക്കെ നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ വീണ് കിടക്കുന്നത് പെറുക്കട്ടെ. ചെറുപ്പത്തിൽ ഞങ്ങൾ കാപ്പിക്കുരു പറിക്കുമ്പോഴേക്കും ഞാൻ, അമ്മ, ചേച്ചി, അനിയൻ, ഞങ്ങൾ ഇത്രയും പേര് കാണും. ഞങ്ങൾ ഒരുമിച്ചേ പറിക്കത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ പഴുത്ത കാപ്പിക്കുരു ഒക്കെ ഇല്ലേ, ഇതൊക്കെ പെറുക്കിയിട്ട് ഇങ്ങനെ ഒരു കമ്പെടുത്തിട്ട് ഇങ്ങനെ കുത്തും. കമ്പ് ശരിയല്ല, വേറെ കമ്പെടുക്കാം. നന്നായിട്ട് പഴുത്തായിരിക്കും കേട്ടോ. അതിങ്ങനെ കുത്തിയിട്ട് കമ്പ് മുട്ടയാന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. ഇതുപോലെ കുറേ ഉണ്ടാക്കും. ഇതിൻ്റെ ഇത്ര പഴുത്തത്, പച്ച, അങ്ങനെ കുറേ കളറൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു. പിന്നെ ഈ നിലത്ത് കിടക്കുന്ന കാപ്പിക്കുരു പെട്ടെന്ന് പെറുക്കി തീർക്കുക. ഈ നിലത്ത് കിടക്കുന്ന കാപ്പിക്കുരുവൊക്കെ പെട്ടെന്ന് ഞങ്ങൾക്ക് പെറുക്കാൻ വേണ്ടി അച്ഛൻ ഇങ്ങനെ ഒരു കുമ്പിലൊരു സാധനം ഉണ്ടാക്കി തരും. ഇങ്ങനെ ഉണ്ടാക്കി തരും. എന്നിട്ട് പെറുക്കാൻ പറയും. ഞങ്ങൾ പെട്ടെന്ന് അവിടെ പോയി ഇങ്ങനെ ഇത് പറിച്ചിങ്ങനെ നിറയുമ്പോഴേക്കും ഇത്രയും പെറുക്കിയില്ലോ, അങ്ങനെ ഒരിതാണ്. ഇത് വീണ്ടും പോകും പെറുക്കാൻ. പിള്ളേരായതുകൊണ്ടേ ഇന്നും കൊച്ചാട്ടോ, വളർന്നിട്ടൊന്നും ഇല്ല. പണ്ടൊക്കെ നല്ല രസമായിരുന്നു ഗൈസ്. ഇപ്പം കണ്ട ഞാൻ ഒറ്റയ്ക്ക് കിടന്ന് തുറക്കുന്നു. ചേച്ചിയുണ്ട്. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ചേച്ചിക്ക് ഇപ്പോൾ ഒരു കുഞ്ഞാവയൊക്കെ ഉണ്ട്. ചേച്ചി കുഞ്ഞാവ വീട്ടിലുണ്ട് കേട്ടോ. പിന്നെ അമ്മ കുഞ്ഞിനെയും ചേച്ചിനെയും നോക്കിയിരിക്കുന്നു. അച്ചാച്ചൻ താഴെ ഏതോ ഒരു കാപ്പിൽ പറിച്ചുകൊണ്ടിരിക്കുക. അനിയൻ പിന്നെ എറണാകുളത്താണ്. ഇതുപോലെ ഉണ്ടോ ഉണങ്ങിയ കമ്പൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അങ്ങോട്ട് നീക്കി പണ്ട് ഞങ്ങൾ കാപ്പിക്കുരൊക്കെ പറിക്കുമ്പോൾ ഞാൻ, ചേച്ചി, അനിയനൊക്കെ പറിക്കുന്നത് പറിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി. എന്നിട്ട് ഞങ്ങളത് ഉണക്കും. ഉണക്കി കഴിഞ്ഞിട്ട് അത് ഉണങ്ങി കഴിയുമ്പോഴേക്കും അമ്മ ഇന്ന് സംഘത്തിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറയും, സംഘത്തിലടയ്ക്കാൻ പൈസയില്ല, തരാമോ? അമ്മ പിന്നെ തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ അത് വാങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും അങ്ങനെ വാങ്ങുമായിരുന്നു. പിന്നെ അവസാനം ഒറ്റയ്ക്ക് പറിക്കലും നിർത്തി. അങ്ങനെ നമ്മൾ ഈ കാപ്പിൽ പറിച്ചു കഴിഞ്ഞു.
ഇതിനെ എടുത്ത് കൊണ്ട് വെക്കാം. പറിച്ച കാപ്പിക്കുരു ഇങ്ങനെ ഉണങ്ങാനിടാം. എൻ്റെ അമ്മ ഇത് നോക്കിനേ. ഒരു ഇര തന്നെ കാണുമെന്നുണ്ട് സംശയം. ഇപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറിച്ച കാപ്പിക്കുരു. ചെറിയ കാപ്പി കൊണ്ട് ഇത്ര കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.